ശ്രീ ജ്യോതികുമാർ ചാമക്കല, നമസ്കാരം. 6 പേരെയാണ് കൃഷി വകുപ്പിന് കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥരായ 6 പേരെ മണ്ണ് സംരക്ഷണ വകുപ്പിൽ നിന്നും ഇപ്പോൾ ഈ നടപടിക്ക് വിധേയരാക്കിയിരിക്കുന്നത്. ഇനിയും ഒട്ടേറെ പേർ വിവിധ വകുപ്പുകളിൽ ഉണ്ട്. ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് എന്ന് നേരത്തെ ധനമന്ത്രി അടക്കം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. താങ്കൾക്ക് എന്താണ് ഈ അവസരത്തിൽ പ്രതികരിക്കാനുള്ളത്? ഇത്തരത്തിൽ അർഹതപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹരായിട്ടുള്ളവർ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി വേണം. പക്ഷെ ആ നടപടി എടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കണ്ടെത്തലനുസരിച്ച് 1480 പേരുടെ ലിസ്റ്റാണ് അവരുടെ കൈവശമുണ്ട് എന്ന് അവകാശപ്പെടുന്നത്. എന്നാൽ ഇതിന്മേൽ തുടർ നടപടി സ്വീകരിക്കാൻ ഓരോ വകുപ്പുകളെ ചുമതലപ്പെടുത്തുകയായിരുന്നു. അതിൽ കൃഷി വകുപ്പിലെ സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കെതിരെയാണ് ഇപ്പം നടപടി വന്നിട്ടുള്ളത്. ഇത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ മാത്രമായി ചുരുങ്ങരുത്. ഇത്തരത്തിൽ തട്ടിപ്പ് കാണിച്ചിട്ടുള്ളവരെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരേ രീതിയിലുള്ള ശിക്ഷയാണ് ഉണ്ടാകേണ്ടതെന്നായിരിക്കും തർക്കമില്ല. കാരണം ഒരു ഡിപ്പാർട്ട്മെന്റ് അവർക്കെതിരെ നടപടി എടുക്കുകയും മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് നടപടി എടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ശരിയില്ല. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കുമ്പോൾ അത് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരേ യാഥാർത്ഥ്യത്തിൽ തന്നെ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഡിപ്പാർട്ട്മെന്റിന്റെ സൗകര്യം അനുസരിച്ച് ചിലർക്കെതിരെ നടപടി എടുക്കുകയും ചിലർക്കെതിരെ നടപടി എടുക്കാതിരിക്കുന്നത് ശരിയല്ല. ഒന്ന്. രണ്ടാമത്തേത്, ഇതുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത്? ഈ ലിസ്റ്റ് പബ്ലിക് അറിയട്ടെ. പബ്ലിക് അറിയുന്നതിൽ എന്താ തെറ്റ്? അപ്പോൾ ഈ 6 പേരെ സംബന്ധിച്ചപ്പോൾ പേര് പുറത്തു വരുന്നു. ഇവർ മാത്രമല്ല, 1480 പേരിൽ നിന്ന് 6 പേരുടെ പേര് മാത്രം പുറത്തു വിട്ടു കാര്യമില്ലോ. മുഴുവൻ ലിസ്റ്റും പുറത്തുവിടട്ടെ. അവർക്ക് പറയാനുള്ളത് അവരും പറയട്ടെ. തട്ടിപ്പ് നടന്നു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ലിസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ലിസ്റ്റ് പുറത്തുവിടണം. അതിൽ കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളുടെ പേരിൽ ഒരേപോലെ തന്നെ നടപടി എടുക്കണം. ഇത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കൊടുത്ത് ഡിപ്പാർട്ട്മെന്റ് ഉചിതമായ തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞ് ഓരോ ഡിപ്പാർട്ട്മെന്റ് അവരുടെ ഔചിത്യപൂർവ്വമായ തീരുമാനമെടുക്കട്ടെ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് സെൻട്രലൈസ് ചെയ്ത് കേന്ദ്രീകരിച്ചെടുക്കുന്നതിരെ ഒരേ രീതിയിലുള്ള നടപടിയാണ് ഉണ്ടാകേണ്ടത്. ശരി, വളരെ നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കല.